സ്വമേധയാ മരണം തെരഞ്ഞെടുക്കാൻ മനുഷ്യനെ അനുവദിക്കുന്ന അപൂർവം രാജ്യങ്ങളും ഈ ലോകത്തുണ്ട്. അതിലൊന്നാണ് സ്വിറ്റ്സർലാൻഡ്. അവിടുത്തെ ഡെത്ത് ക്ലിനിക്കുകൾ അത്തരത്തിലുള്ളതാണ്. അവിടെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു അസാധാരണ മരണമാണ് BBC അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ വാർത്തയാക്കുന്നത്. പോളിഷ് അഭിനേത്രി റൂത്ത് പോസ്റ്റന്റും ഭർത്താവ് മൈക്കോൽ പോസ്റ്റന്റും സ്വിസ് ഡൈയിങ് ക്ലിനിക്കിൽ ഒരുമിച്ച് മരണം വരിച്ചു. ഇതാണിപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. 96-കാരിയായ റൂത്തും 97 വയസ്സുകാരനായ മൈക്കലിനും മാരകമായ രോഗങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജീവിതം ഞങ്ങൾ നന്നായി ആസ്വദിച്ചു തീർത്തുവെന്നും അതിനാൽ സുഖമരണം എന്ന ആഗ്രഹം മാത്രമാണിപ്പോൾ ബാക്കിയുള്ളതെന്നും അവർ പറയുന്നു. ഒന്നും രണ്ടുമല്ല, 75 വർഷത്തോളമാണ് ഇവർ ഒന്നിച്ച് ജീവിച്ചത്. ഒരാൾ ആദ്യം മരിക്കുന്നത് മറ്റേയാൾക്ക് താങ്ങാൻ കഴിയില്ലെന്നും അതിനാലാണ് ഡോക്ടർമാരുടെ സഹായത്തോടെയുള്ള അസിസ്റ്റഡ് ഡെത്ത് സ്വീകരിക്കുന്നതെന്നും ഇവർ എഴുതിയ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത നാടാണ് എന്നാണ് പൊതുവെ പാശ്ചാത്യരെക്കുറിച്ച് പറയുക. പക്ഷേ ഇവിടെ പിരിയാൻ വയ്യാതെ അവർ മരണത്തിലും ഒന്നിച്ചു. അസാധാരണമായ ഒരു പ്രണയത്തിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ മരണവും ലോകമെമ്പാടുമുള്ള എല്ലാവരും ഇപ്പോൾ ചർച്ചയാക്കുന്നു. പോളണ്ടിലെ യഹൂദയാണ് റൂത്ത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ ഗ്യാസ് ചേംബറിൽ നിന്ന് രക്ഷപ്പെട്ട അവർ പിന്നീട് നർത്തകിയും അറിയപ്പെടുന്ന നടിയുമായി തീർന്നു. 16-ാമത്തെ വയസ്സിലാണ് അവർ UK-യിൽ എത്തുന്നത്. കത്തോലിക്ക സ്കൂൾ വിദ്യാർത്ഥിയാണെന്ന വ്യാജേനയാണ് പിന്നീട് അവർ UK-യിൽ കഴിഞ്ഞത്. നൃത്തത്തിൽ ശോഭിച്ച ഇവർ ലണ്ടൻ കണ്ടംപററി ഡാൻസ് തിയേറ്ററിൽ എൻറോൾ ചെയ്തു. പിന്നീട് റോയൽ ഷേക്സ്പിയർ കമ്പനിയിൽ അംഗത്വം നേടി. നാടകത്തിലും നൃത്തത്തിലും അഭിനയത്തിലും ശോഭിച്ച ഇവർ 1950-ലാണ് ബ്രിട്ടീഷ് പൗരനായ മൈക്കലിനെ കണ്ടുമുട്ടുന്നത്. പരിചയം പ്രണയത്തിലും പിന്നീട് വിവാഹത്തിലുമെത്തി. 22-ഉം 23-ഉം വയസ്സായിരുന്ന വരനും വധുവും. പിന്നെ അവർ 75 വർഷം ജീവിച്ചു. ഇപ്പോൾ റൂത്തിന് 96 വയസ്സും മൈക്കലിന് 97 വയസ്സും. സന്തോഷത്തോടെയായിരുന്നു അവരുടെ ദാമ്പത്യം. മകന്റെ അകാല മരണം മാത്രമാണ് വേദനിപ്പിച്ചത്. ഒരു ജന്മത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കടമകളും തങ്ങൾ ചെയ്തു തീർത്തുവെന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴും വാർദ്ധക്യ സഹജമായ അസുഖമാണ് അവർക്കുള്ളത്. ഇടയ്ക്ക് കാഴ്ചയ്ക്കും കേൾവിക്കും പ്രശ്നങ്ങളുണ്ടായി. ഇനിയും ജീവിതം മുന്നോട്ടു പോകുമ്പോൾ ഗുരുതരമായ അസുഖം വരുമോ എന്ന ഭയവും അവർക്കുണ്ടായിരുന്നു. അതിനേക്കാൾ അവരെ ഭയപ്പെടുത്തിയത് ആരായിരിക്കും ആദ്യം മരിക്കുക എന്നതായിരുന്നു. ഒരാളുടെ മരണം മറ്റൊരാൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന ഉറപ്പായതോടെയാണ് നിയമവിധേനയുള്ള ഒരുമിച്ചുള്ള സുഖമരണം അവർ തിരഞ്ഞെടുത്തത്. ക്ഷമിക്കണം, നിങ്ങൾക്ക് ഇമെയിൽ ലഭിക്കുമ്പോഴേക്കും ഞങ്ങൾ മരിച്ചിരിക്കും എന്നാണ് ഇവർ അയച്ച സന്ദേശത്തിലുണ്ടായിരുന്നത്. ഒപ്പം ഈ തീരുമാനം ഇരുവരും ഒരുമിച്ചെടുത്തതാണെന്നും ആരുടെയും നിർബന്ധപ്രകാരമല്ലെന്നും സന്ദേശത്തിൽ വ്യക്തമാകുന്നുണ്ട്.